കേരള സർവകലാശാലയിൽ കടുത്ത നടപടിയുമായി വി.സി. സർവകലാശാല ആസ്ഥാനത്തെ സിൻഡിക്കേറ്റ് റൂം പൂട്ടി വി.സി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂമിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് നിർണായകമായ നടപടി. മുറി പൂട്ടി താക്കോൽ സുരക്ഷാ ജീവനക്കാർക്ക് കൈമാറി. യോഗ സമയത്ത് അല്ലാതെ സിൻഡിക്കേറ്റ് റൂം മറ്റുള്ളവർക്ക് തുറന്നു നൽകരുത് എന്ന് വി.സി. കർശനമായ നിർദ്ദേശം നൽകി. അതേസമയം സർവകലാശാലയിൽ ഇന്നലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ CPI ജീവനക്കാരുടെ സംഘടന വി.സിക്ക് പരാതി നൽകി. ജീവനക്കാർക്ക് സുരക്ഷ നൽകണമെന്ന് രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പൻ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജനം ബ്രേക്കിംഗ്. കേരള സർവകലാശാല ആസ്ഥാനം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത സംഘർഷങ്ങൾക്കും സമരങ്ങൾക്കുമാണ് തുടർച്ചയായി വേദിയാകുന്നത്. ഇതിന് പിന്നാലെയാണ് കേരള സർവകലാശാല ആസ്ഥാനത്തെ സിൻഡിക്കേറ്റ് റൂം VC ഡോക്ടർ മോഹൻ കുന്നുമേൽ പൂട്ടിയത്. അനധികൃതമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ റൂമിൽ കയറിയതിലും വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയതിനു പിന്നാലെയുമാണ് നടപടി. മുറിയുടെ സുരക്ഷ ശക്തമാക്കാനും സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ മുരളീധരൻ പിള്ള, ഷിജു ഖാൻ എന്നിവർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിൽ പരാതിയും ശക്തമാവുകയാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അനധികൃത ഭീഷണിയിൽ CPI സംഘടനയായ കേരള സർവകലാശാല സ്റ്റാഫ് അസോസിയേഷൻ VCക്ക് പരാതി നൽകി. ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇടത് നേതാക്കൾ സൃഷ്ടിക്കുന്നെന്ന് CPI അനുകൂല ജീവനക്കാർ പരാതിയിൽ പറയുന്നു. നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും സുപ്രീം പവർ എന്ന് കരുതുന്ന ചില മെമ്പർമാർ ശ്രമിക്കുന്നുവെന്നും പരാതിയിലുണ്ട്. അതിനാൽ തന്നെ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ച് ജോലി ചെയ്യാനുള്ള സാഹചര്യം സുഗമമാക്കണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ ഇടത് നേതാക്കൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് സംഘടനയായ സ്റ്റാഫ് യൂണിയനും പരാതി നൽകി. രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും മോശം നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നും സ്റ്റാഫ് യൂണിയൻ പരാതിയിൽ വ്യക്തമാക്കുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് രജിസ്ട്രാർ ചുമതലയുള്ള മിനി കാപ്പൻ പരാതി നൽകിയിട്ടുണ്ട്. വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതി. കൂടാതെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.